ആരാധ്യരായ സുമനസ്സുകൾ, ഇന്നത്തെ വിഷയം, ആ വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് തന്നെ മനസ്സിനെ കുറിച്ചാണ്. മനസ്സ് ഒരു കൽപ്പവൃക്ഷമാണ്. മനസ്സെന്ന കൽപ്പവൃക്ഷം എന്നാണ് ഇന്നത്തെ വിഷയം. ഞാനിത് സംസാരിക്കാൻ കൃത്യസമയത്ത് നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്നു. കുറച്ച് പേര് ഇത് കേട്ടുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. സാധാരണഗതിയിൽ പറയുമ്പോൾ, സംസാരിക്കുമ്പോൾ നമ്മൾ സുഹൃത്തുക്കളുടെ നിർബന്ധം മൂലം എന്നൊക്കെ പറയാറുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ ഇത് തീരുമാനിച്ചത് ഞാൻ തന്നെയാണല്ലോ. അങ്ങനെയാണെങ്കിൽ ഇത് കേൾക്കുന്നത് എന്തെല്ലാം തൽക്കാലം ന്യായം പറഞ്ഞിരുന്നാലും അവർ കേൾക്കണമെന്ന് തോന്നിയത് കൊണ്ടാണ് കേൾക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിനെ മുഴുവൻ കൊണ്ടെടുക്കുക. നമ്മുടെ ജീവിതം മുഴുവൻ എടുത്താൽ നാം സങ്കല്പിക്കുന്നതാണ് പ്രാവർത്തികമാകുന്നത്. ഏത് കാര്യം എടുത്തോളൂ, ആരുടെ കാര്യവും. ഇത് പറയുമ്പോൾ പെട്ടെന്ന് തോന്നാം, അയ്യോ നിങ്ങൾ പറഞ്ഞ് ശരിയല്ല, ഞാൻ ഇങ്ങനെയൊന്നല്ല വിചാരിച്ചത്. കുറച്ചുകൂടി ആഴത്തിൽ ചിന്തിക്കണം. ഒരു കാര്യം പറയുമ്പോൾ ഇങ്ങനെയൊന്നല്ല, ഞാനത് വിചാരിക്കുകയോ ചെയ്തിട്ടില്ല. നല്ലതുപോലെ ആഴത്തിൽ ചിന്തിക്കണം. കമ്പനിയിൽ എല്ലാവരും ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ വന്നിരിക്കുമ്പോൾ ഒരു ഉദ്യോഗസ്ഥൻ ചോറ്റുപാത്രം തുറന്നിട്ടുണ്ടെങ്കിൽ, അയ്യേ ഇന്നത്തെ സാമ്പാർ ഒട്ടും നന്നായിട്ടില്ല, ഉപ്പേരി നന്നായിട്ടില്ല, ഇതിലത്തെ ഓരോന്നിനെയും കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും. എന്ത് സാമ്പാർ, എന്ത് മെഴുക്ക് വരട്ടി. അപ്പോൾ ഈ പെറുപെറുക്കൽ ബാക്കിയുള്ളവരൊക്കെ തന്നെ കേൾക്കുന്നുണ്ട്. ഒരു ദിവസം വിദ്യാഭ്യാസം കൂടെ കഴിഞ്ഞിരിക്കുമ്പോൾ ഏറ്റവും അടുത്തൊരു സുഹൃത്ത് ചോദിച്ചു, ദിവസേന ഇങ്ങനെ പറയുന്നുണ്ടല്ലോ ഉണ്ടാക്കിയത് മോശം, ഇതാരാണ് കുക്ക് ചെയ്യണത് എന്ന് ചോദിച്ചു. അപ്പം അദ്ദേഹം പറഞ്ഞ മറുപടി നമ്മളൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു മറുപടിയാണ് പറഞ്ഞത്. കുക്ക് ചെയ്യുന്നത് ഞാൻ തന്നെ. നമ്മുടെ ജീവിതത്തിനെ കുക്ക് ചെയ്ത് ഇങ്ങനെ ആക്കിയത് നാം തന്നെ. ഇത് എല്ലാവർക്കും ബാധകമാണ്. ആരൊക്കെങ്കിലും ഇത് ബാധകമല്ല എന്ന് തോന്നുകയാണെങ്കിൽ കൂടുതൽ ആഴത്തിൽ ചിന്തിക്കുക എന്നാണ് ഞാൻ പറയുന്നത്. എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ആക്കി തീർത്ത് ഞാൻ തന്നെ. ചെറുപ്പം മുഴുക്കെ സാഹിത്യത്തിൽ വാസന ഉണ്ടായിരുന്നു. പക്ഷേ അച്ഛനമ്മമാർ, അച്ഛൻ പട്ടാമ്പി ഹൈസ്കൂളിൽ അധ്യാപകനായിരുന്നു, പ്രഭാകരമാണ്. സ്വാഭാവികമായിട്ടും ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥനെ എന്തെങ്കിലും ആക്കണം, കാരണം കുടുംബത്തെ രക്ഷിക്കണമല്ലോ. അങ്ങനെ വിചാരിച്ചതിൽ തെറ്റില്ല. എനിക്കും ഒരു ജോലി കിട്ടിയില്ലെങ്കിൽ നിവൃത്തിയില്ല എന്നൊരു സ്ഥിതിവിശേഷമാണ്. പക്ഷെ തുടർന്ന് എൻ്റെ യഥാർത്ഥ വാസന എഴുത്തുകാരനാവാനായിരുന്നു, ഗ്രന്ഥരചയിതാവാനായിരുന്നു, സിനിമാ കഥയും നോവലും എഴുതാനായിരുന്നു. ഒടുവിൽ ആരുടെയും നിർബന്ധമില്ലാതെ ആ ജോലിയിൽ നിന്ന് പോന്നിട്ട് മുഴുവൻ സമയവും വായനക്കാരനായുള്ളൊരു വ്യക്തിയാണ് ഞാൻ. രാവിലെ മുതൽ വൈകുന്നേരം വരെ എത്ര മണിക്കൂറാണ് വായിക്കുക എന്ന് പറയാൻ കഴിയില്ല. കാരണം വായന മാത്രമാണ് ജീവിതം. ഒഴിവ് സമയത്ത് വായിക്കും. തീവണ്ടി യാത്ര ചെയ്യുമ്പോഴോ വായിക്കും. അപ്പം ഇങ്ങനെ ആക്കിയതാരാണ്? ഞാൻ തന്നെ. ഇപ്പുറത്തിരിക്കുന്ന ഇത് കേട്ടിരിക്കുന്ന ഒരു വ്യക്തിയോട് ചോദിക്കൂ,
നിങ്ങളിപ്പോൾ താമസിക്കുന്ന സ്ഥലമുണ്ടല്ലോ, അത് ചിലവരെ നിർബന്ധം കൊണ്ട് താമസിക്കാൻ അങ്ങനെ പറയരുത്. നാം തന്നെയാണ് അത് തിരഞ്ഞെടുത്തിരിക്കുന്നത്. അപ്പൊ ഈ സംസാരിക്കുന്നത് സുഹൃത്തുക്കളുടെ നിർബന്ധം കൊണ്ടാണെങ്കിലും എന്നൊക്കെ പറയാമെങ്കിലും ഞാൻ തിരഞ്ഞെടുത്ത ഇത് കേൾക്കുന്നവർ ഇന്ന പ്രത്യേക സാഹചര്യങ്ങളിൽ കേൾക്കേണ്ടി വന്നു, അല്ല, നിങ്ങൾ തിരഞ്ഞെടുത്താണ്. നിങ്ങൾ താമസിക്കുന്ന വീട് നിങ്ങൾ തിരഞ്ഞെടുത്താണ്. എനിക്ക് എവിടെ വേണമെങ്കിലും താമസിക്കാം. കാരണം പട്ടാമ്പി സ്വദേശിയാണ്, ഇന്ന സ്ഥലം എന്നുകൊണ്ട് അവിടെ ഒരു പ്രത്യേകതകളൊന്നുമില്ല. പിന്നെ എന്താ കോഴിക്കോട് മാങ്കാവ് താമസിക്കാൻ കാരണം? ഞാൻ തിരഞ്ഞെടുത്താണ്. ഞാനിപ്പോൾ ധരിച്ചിരിക്കുന്ന ഒരു ചുവന്ന നിറമുള്ള ഒരു ജുബ്ബയാണ്. ഇത് വേറെ വല്ലവരും തിരഞ്ഞെടുത്ത് വന്നതാണ്. ഇതിൻ്റെ ക്യാമറാമാൻ പട്ടാമ്പി ഗോകുമാർ വേറൊരു ജുബ്ബ ധരിച്ചു വെച്ചാൽ ഒന്നും പറയുന്നില്ല. ഞാൻ തിരഞ്ഞെടുത്താണ്. ഇങ്ങനെ ഒന്ന് ചിന്തിച്ചാൽ നമ്മുടെ ജീവിതത്തിലുള്ള മുഴുവൻ കാര്യങ്ങളും നാം തിരഞ്ഞെടുത്തതാണ്. നമ്മളുടെ എല്ലാ കഥാപാത്രങ്ങളും നമ്മുടെ ജീവിതമാണ്. അതുകൊണ്ടാണ് നമ്മൾ നോവലും കഥയൊക്കെ വായിക്കുന്നത്. അയൽവക്കത്ത് എന്ത് സംഭവിച്ചു എന്ന് നമ്മൾ അന്വേഷിക്കുന്നത് അവരുടെ ജീവിതകഥയാണ് നമ്മുടെ ജീവിതകഥയും. ഓഹോ, അവിടെ എങ്ങനെ ഉണ്ടായി ഇത്ര. ഊണയിക്കണ സമയത്ത് ഭാര്യാഭർത്താക്കന്മാർ അധികം സംസാരിക്കുക, കുഞ്ഞുകൃഷ്ണൻ എങ്ങനെ ഉണ്ടായി, ഗോപാലകൃഷ്ണൻ ഉണ്ടായി, ഇന്ന വീട്ടിൽ ഇങ്ങനെ ഉണ്ടായി ഇത്ര. നമുക്കും സംഭവിക്കാം. അപ്പൊ എല്ലാ കഥാപാത്രങ്ങളെയും എടുക്കൂ, അവർ തിരഞ്ഞെടുത്തതാണ് എന്ന് വ്യക്തം. നാം ഒരു ബസ്സിൽ കയറിയാൽ ആ ബസ് നാം തിരഞ്ഞെടുത്തതല്ലേ. ഒരു തവണ 3-4 പേര് കൂടി ബസ്സിൽ കയറി, കാലിയായ ബസ്സാണ്. അപ്പം അവർക്ക് ഇഷ്ടമുള്ള സീറ്റ് തിരഞ്ഞെടുക്കാം. പലരും സീറ്റ് മാറുകയൊക്കെ ചെയ്തു. ഇതാണ് സുഖം, ഇതാ സുഖം. ഒരു ചൊല്ലുണ്ട്, അനവധി ക്ലോക്ക് ഉണ്ടെങ്കിൽ സമയത്തിന്റെ കാര്യത്തിൽ കൺഫ്യൂഷൻ ഉണ്ടാവും. കുറേ വാച്ച് ഉണ്ടെങ്കിൽ യഥാർത്ഥ സമയം നമുക്കറിയില്ല. ഏറ്റവും ബുദ്ധിമുട്ടുക വാച്ച് റിപ്പയർ ചെയ്യുന്ന ആളാണ്. അവിടെ ധാരാളം വാച്ചുകൾ ഉണ്ടാവുമല്ലോ. അപ്പം ശരിക്കുള്ള സമയം അറിയാൻ ബുദ്ധിമുട്ടുമാതിരി ഇഷ്ടംപോലെ സൗകര്യമുണ്ടെങ്കിൽ ഇഷ്ടമുള്ളത് തിരഞ്ഞെടുത്തു. ഓരോരുത്തരും ഇഷ്ടമാണ്. അയാൾക്ക് ഡ്രൈവർ ഒന്നും വേണ്ടിയില്ല, ഇഷ്ടമുള്ളത് എടുക്കാമല്ലോ. അത് കഴിഞ്ഞ് ബസ് ഫുള്ളായി. ബാക്കി സീറ്റുകളിൽ ഓരോരുത്തരൊക്കെ വന്നിരുന്നു. അപ്പം ഭൂരിപക്ഷം പേര് പറഞ്ഞൊരു വരിയുണ്ട്, ഇവിടുന്ന് 160 കിലോമീറ്റർ പോകണം, കഷ്ടി 4 മണിക്കൂർ വെയിലുള്ളാൻ വയ്യ. അതുകൊണ്ടാണ് അവരായി തിരഞ്ഞെടുത്തത്. കാരണം വെയിലില്ലാത്ത തണലാണ്. ബസ് അങ്ങോട്ട് പുറപ്പെട്ടതും ബസ് റിവേഴ്സ് എടുത്തു. റിവേഴ്സ് എടുത്തപ്പോൾ ഏറ്റവും ദുരിതം പിടിച്ച സീറ്റ് ഏതായി എന്ന് വെച്ചാൽ ആദ്യം തിരഞ്ഞെടുത്തു വരുത്തി. അവരവിടെ എത്തുന്ന വരെ വെയിലുകൊണ്ടിരിക്കും. അവരോട് ചോദിക്കുകയാണ്, നിങ്ങളോട് ആര് പറഞ്ഞു ഇവിടെ ഇരിക്കാൻ? ഞാൻ തിരഞ്ഞെടുത്തതാണ്. കൂട്ടത്തിലൊരു കാര്യം പറയട്ടെ, വരാനിരിക്കുന്ന എല്ലാ കാര്യത്തെക്കുറിച്ചും നമ്മുടെ മസ്തിഷ്കത്തിൽ അറിവുണ്ട്. എല്ലാ കാര്യത്തെക്കുറിച്ചും ഉള്ളിൻ്റെ ഉള്ളിൽ നമുക്കറിയാം ഞാൻ ചെയ്യുന്നത് തെറ്റാണ്, ഏത് സമയത്തും പിടി വീഴാൻ സാധ്യതയുണ്ട്. അങ്ങനെ പിടി വീണാൽ എന്തുണ്ടാവും? അഭിമാനത്തിന് കോട്ടം വരും. അയ്യോ, സങ്കല്പിക്കാൻ വയ്യ. അപ്പം സങ്കല്പിച്ചു, തെറ്റ് വീണ്ടും ആവർത്തിച്ചു, തെറ്റ് ചെയ്തു. ഒരിക്കലും ഞാനത് വിചാരിച്ചില്ല എന്ന് പറയരുത്, ഇത് വിചാരിച്ചിട്ടുണ്ട്. അത് മാത്രമാണ് വിചാരിച്ചിരിക്കുന്നത്. ഓരോരുത്തരും
മനസ്സ് ഒരു കൽപ്പവൃക്ഷം എന്ന് പറഞ്ഞാൽ അവർ ആഗ്രഹിക്കുന്നത് അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നു. ഇത് പറയാനുള്ള ഒരു കാരണം ഞാൻ വിനയപൂർവ്വം എൻ്റെ മിത്രങ്ങളോട് പറയുകയാണ്. ധാരാളം പേര് കൗൺസിലിങ്ങിന് വരും. ഇന്നും ഫോൺ മുഖേന പലരും സംസാരിച്ചു. കരഞ്ഞുകൊണ്ട് സംസാരിക്കുന്നവരുണ്ട്. അവരോട് നേരിട്ട് നമ്മൾ പറയുന്നത് ശരിയല്ലല്ലോ. ഇങ്ങനത്തെ ഒരു പ്രഭാഷണത്തിൽ ഇതൊക്കെ വെളിപ്പെടുത്താൻ പറ്റും. അവർ തിരഞ്ഞെടുത്താണ് ഇതൊക്കെ അവരുടെ ജീവിതത്തിൽ. കാരണം നമ്മുടെ സ്ഥാനത്ത് മറ്റൊരാളാണെങ്കിൽ ഇങ്ങനെയല്ലല്ലോ പെരുമാറുക. കോളേജിൽ പോയി, കോളേജിൽ ചേർന്ന് ഏറ്റവും ഉന്നത സ്ഥാനം സ്വപ്നം കാണുന്നവർ ആ സ്ഥാനത്ത് എത്താറുണ്ട്. പക്ഷേ ആ സ്വപ്നത്തിന് പകരം ശ്രദ്ധ വേറെ പോയി. ഈ കാര്യത്തിലേക്കല്ല ശ്രദ്ധ. അവർ ആ സ്ഥാനത്ത് എത്തില്ല. അവർ വിചാരിച്ച സ്ഥാനത്താണ് അവർ എത്തുക. ടിക്കറ്റ് ബുക്ക് ചെയ്ത് 6 മാസം മുമ്പ് ബുക്ക് ചെയ്ത് ഹിമാലയം പോകാൻ വേണ്ടി യാത്ര തിരിച്ചു. 100 പേരുണ്ട് സംഘത്തിൽ. അങ്ങനെ ബസ് ആളറിയാത്ത ഒരു ട്രെയിൻ ആളറിയാത്ത ഒരു സ്റ്റേഷനിൽ നിന്നു. അപ്പോൾ പുറത്ത് ഒരു സംഭവം നടക്കുന്നു. 2 പേര് എന്താ നമുക്ക് നോക്കാം പ്ലാറ്റ്ഫോമിലേക്ക് ഇറങ്ങി. ആ സംഭവത്തിൽ ഇടപെട്ടു. ആ സംഭവത്തിൽ ഇടപെട്ടപ്പോൾ എന്ത് സംഭവിച്ചു വെച്ചാൽ തീവണ്ടി കൃത്യം വിട്ടു. അവർ ഏത് സ്റ്റേഷനിലാണെന്ന് അവർക്കറിയില്ല, ഏത് സംസ്ഥാനമെന്നറിയില്ല. ആ സംഘത്തിൽ ഞാനും ഉണ്ടായിരുന്നു. ഞാൻ പ്രഭാഷണം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു ട്രെയിനിൽ. അവരെന്നിട്ട് എന്ത് ചെയ്തു വെച്ചാൽ 2 രക്ഷപ്പെട്ടു. കാരണം ശ്രദ്ധ പോയി വേറൊരു കാര്യത്തിലേക്ക്. ഈ അവരിത് ആഗ്രഹിക്കുകയാണ്, അതിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ചിന്തിക്കേണ്ടതാണ്. ഇതിപ്പോൾ അവരുടെ ശ്രദ്ധ വേറെ പോയി. ഏതാ സംസ്ഥാനം എന്ന് അവരറിയില്ല, മലയാള ഭാഷയാണെന്ന് അറിഞ്ഞപ്പോൾ അവിടുത്തെ ഏതോ ഒരു MLA ആരോ മലയാളം അറിയുന്ന ആൾ അദ്ദേഹത്തെ പരിചയപ്പെടുത്തി തരാമെന്ന് ഇവരോ ആരോ പറഞ്ഞു. അങ്ങനെ ഇനിയിപ്പോൾ ആ റൂട്ടിൽ ട്രെയിനേ ഇല്ല. ഇനി 10 ദിവസം കഴിയണം ആ റൂട്ടിലേക്കുള്ള ട്രെയിന്. അവരുടെ രീതിയേ മാറി. അങ്ങനെ വരുമ്പോൾ നാം മെഡിറ്റേറ്റ് ചെയ്യുന്നു. ഈ ഭൂമിയിൽ മെഡിറ്റേറ്റ് ചെയ്യാത്ത ആരും ഇല്ല. മെഡിറ്റേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിച്ചിരിക്കുന്നത് ഇങ്ങനെ പൂജാമുറിയിൽ വന്നിരുന്ന് കണ്ണടച്ച് ചില പ്രത്യേക നാമങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് മെഡിറ്റേറ്റ് ചെയ്യുക എന്നാണ് വിചാരം. അത് മെഡിറ്റേഷനാണ്. പക്ഷേ മാഷ് പാടെടുക്കുമ്പോൾ മെഡിറ്റേറ്റ് ചെയ്യുന്നത് ആ വിഷയമാവില്ല. നമ്മൾ പറയാറില്ലേ, ചിലവരെ വിളിക്കും അയാളൊരു കാമുകനാണ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഒരു മനുഷ്യൻ ഒരു കാമുകൻ അങ്ങനെ ഉണ്ടോ? മെഡിറ്റേറ്റ് ചെയ്യുന്നത് കാമുകിയെക്കുറിച്ചാണ്. അയാളൊരു കഥ എഴുത്തുകാരനാണ്. അപ്പം അതിൻ്റെ അർത്ഥം എന്താ? അയാൾ ഏതിലും കഥ കാണുകയാണ് ചെയ്യുന്നത്. അയാളുടെ മെഡിറ്റേഷൻ എതിരാണ്. ഒരു കാര്യം കിട്ടിയാൽ അതിനെ വളച്ചൊടിച്ച് ഒരു സബ്ജക്റ്റാക്കി മാറ്റും. അങ്ങനെ വരുമ്പോൾ ഫലം വരെ ജീവിതത്തിൽ പറയാൻ കഴിയുന്ന ഒരു ശാസ്ത്രമുണ്ട്, നിമിത്ത ശാസ്ത്രം എന്ന് പറയും. കുറച്ചൊക്കെ അത് പഠിക്കാനായിട്ട് ഞാൻ ജീവിതം മാറ്റി വെച്ചിട്ടുണ്ട്. ഒരാളായിട്ട് ഒരു 5 മിനിറ്റ് സംസാരിക്കുമ്പോഴേ അയാളുടെ ജീവിതം മുഴുവൻ നമുക്ക് പറയാൻ കഴിയും. 5 മിനിറ്റ് ഏതെങ്കിലും ഒരു വിഷയത്തെക്കുറിച്ച്. ഇന്നതാവണമെന്നൊന്നുമില്ല. ആൾ വന്നിരിക്കുമ്പോൾ എന്നെപ്പോലുള്ള ആളുകൾ അവരെ കൊണ്ട് വർത്തമാനം പറയിപ്പിക്കുകയും ചെയ്യും. ഇത് നല്ല പുഷ്പമാണോ അല്ലേ? എന്ത് നല്ല പുഷ്പം? നല്ല പുഷ്പം എന്ന് വേണ്ടൊന്നുണ്ടോ? ഇത് കംപ്ലീറ്റ് വർഷത്തിന് മുക്കി വരികയല്ലേ.
ഇത് വിഷത്തിൽ മുക്കിയതാണ്. അല്ല പിന്നെ ഇത് മണത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവന് ഇന്ന സൂക്കട് തീർച്ചയായും. അയാൾ ഇപ്പം മെഡിറ്റേറ്റ് ചെയ്ത് അതിലാണ്. നടന്നു പോകുമ്പോൾ ചിലവര് അവിടെ നായ ഉണ്ടാവും. നായ എന്നുള്ള വിഷയമാണ് പറയുക. നായ എന്നുള്ള വിഷയത്തെക്കുറിച്ച് പറഞ്ഞ് അവിടെ നായ വരികയും ചെയ്യും, നായ അവരെ കടിക്കുകയും ചെയ്യും. ഒരു തവണ വയനാട്ടിലേക്ക് ബസ് പോവുക. എത്രയോ കൊല്ലം മുമ്പാണ്. സൈഡ് സീറ്റിൽ ഒരു ഉത്തരവാദിത്തപ്പെട്ട ഒരു ഉദ്യോഗസ്ഥൻ ഇരിക്കുന്നുണ്ട്. ബസ് കയറുമ്പോൾ തന്നെ എന്നോട് ചോദിച്ചു, അല്ല ബസ് കയറിയാൽ ഛർദി ഉണ്ടോ? ഞാൻ പണ്ടെന്നോ ചെറുപ്പത്തിൽ ബസ് കയറി ഛർദിച്ചിട്ടുണ്ട്. പിന്നെ ബസ് യാത്ര ധാരാളമായപ്പോൾ ഛർദിയില്ല. ആ ചോദിക്കുന്നത് ഇയാളുടെ ശബ്ദം കുറച്ച് ഉച്ചത്തിലാണ്. എന്നോട് ചോദിക്കുന്നത് ബസ്സിലുള്ളവരൊക്കെ കേൾക്കുന്നുണ്ട്. ഏതായിരുന്നാലും ശരി, അയാൾ പറഞ്ഞു എനിക്ക് ഛർദിയൊന്നും ഇല്ല, പക്ഷെ ഛർദിക്കണവരെ കണ്ടാക്കി ഛർദി വരും. അയാൾ പറയണം. അത് കഴിഞ്ഞ് മുമ്പിലത്തെ സീറ്റിൽ ഒരു അച്ഛനും അമ്മയും കുട്ടിയും കൂടി ഉണ്ട്. ഇത് ഞാൻ ചോദ്യം തുടങ്ങി, അല്ല കുട്ടി ഛർദിക്കോ? ചുരം കയറാനാണ്, താമരശ്ശേരി ചുരം കയറുമ്പോൾ ആരും ഛർദിക്കും. ഇദ്ദേഹം ബസ്സിൻ്റെ സൈഡ് സീറ്റിലായിരിക്കണം, ഞാൻ എൻ്റെ ഇപ്പുറത്തെ സീറ്റിലാണ് അദ്ദേഹം ഇരിക്കുന്നത്. ചുരം കയറുമ്പോൾ ആരും ഛർദിക്കും. കുട്ടിക്ക് ഛർദി ഉണ്ടോ? ഒരു കാര്യമുണ്ട്, ഒരു ഗുളികയുണ്ട്, ആ ഗുളിക വാങ്ങി കഴിച്ചാൽ മതി. ആ ബസ്സിലുള്ളവരൊക്കെ കേട്ടുകൊണ്ടിരിക്കുക. കുട്ടിയുടെ അമ്മോട് പറഞ്ഞു, അഥവാ ഛർദി വന്ന ഒരു വിദ്യ ഞാൻ പറഞ്ഞുതരാം, സ്വന്തം മുടിയെടുത്ത് മണത്താൽ മതി. അത് സത്യമാണോ ശാസ്ത്രീയമാണോ എനിക്ക് അറിയില്ല. ഇദ്ദേഹം വിടുന്നിട്ട് പറഞ്ഞ കാര്യം ഞാൻ പറഞ്ഞു തന്നായിരുന്നു. ഒടുവിൽ അദ്ദേഹം ആ ബസ് ഇവിടുന്ന് പുറപ്പെട്ടപ്പോഴേക്ക് ഒരു ഛർദിയുടെ അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യും. നമ്മൾ ഓരോരുത്തരും ഏതെങ്കിലും രീതിയിൽ ഇങ്ങനെയൊക്കെ തന്നെയാണ്. ഒടുവിൽ എന്ത് സംഭവിച്ചു? ആ കുട്ടി ഛർദിയെക്കുറിച്ച് മറന്നു കിടക്കുക. ഛർദി എന്താ മോനെ ഛർദി വരുന്നുണ്ടോ എന്നും ഇവിടുന്ന് ചോദിക്കുന്നുണ്ട്. ആ കുട്ടിയെ ഛർദിപ്പിച്ചു. സുഹൃത്തായതുകൊണ്ട് ഞാനൊന്നും പറഞ്ഞില്ല, തീർന്നില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, PR ഒന്ന് സൈഡ് സീറ്റ് എനിക്ക് തരണം കേട്ടോ. അയാൾ മാനന്തവാടി എത്തുന്നവരെ ഈ പറഞ്ഞ ആൾ ഛർദി അടഞ്ഞു. ഞാൻ മുതു കുഴിയാണ്. ഈ ഛർദി അദ്ദേഹം ക്രിയേറ്റ് ചെയ്തതാണ്. അപ്പം മെഡിറ്റേറ്റ് ചെയ്യാത്തവര് ഇല്ല എന്ന് പറഞ്ഞാൽ ഏത് കാര്യവും നമ്മൾ മെഡിറ്റേറ്റ് ചെയ്യാണ്. മെഡിറ്റേഷൻ്റെ പ്രാധാന്യത്തെപ്പറ്റി നല്ല രീതിയിൽ വിസ്തരിക്കുന്ന കഥയുണ്ട് ഭാഗവതത്തിൽ. അതിൻ്റെ പേര് പാലാഴി മഥനം എന്നാണ്. ആ പാലാഴി മഥനത്തിനെ നമ്മൾ ശാസ്ത്രീയമായിട്ട് മിൽക്കി വേ എന്നൊക്കെ പറയും. ഈ പ്രപഞ്ചം നമ്മൾ കാണുന്നതും കാണാത്തതുമായിട്ടുള്ള ഒക്കെ എല്ലാം കൂടി ചേർത്താൽ പാലാഴിയാണ്. അതിനെ കടയുകയാണ്. കടയുന്നത് എന്തിനാണ്? അമൃത് കിട്ടാനാണ് കടയുന്നത്. നമ്മുടെ മനസ്സാകുന്ന പാലാഴിയിൽ നാം മെഡിറ്റേറ്റ് ചെയ്യുന്നു. ആ മെഡിറ്റേറ്റ് ചെയ്യുന്നത് എന്ത് വേണം? അതിന് വളരെ അർത്ഥതലങ്ങളുണ്ട്. നമ്മൾ ടൈം വേണം. ടൈമിനെ പ്രതിദാനം ചെയ്യുന്നത് സർപ്പമാണ്. അപ്പോൾ നമ്മൾ അവിടുന്ന് വാസുകി എന്ന സർപ്പത്തെ എടുത്തു. സർപ്പങ്ങളുടെ കൂട്ടത്തിൽ 4 തരം സർപ്പങ്ങളുണ്ട്. അതിൽ അനന്തൻ ഒരു വിഭാഗത്തിൽ വരും, വാസുകി വേറെ വരും, അത് കഴിഞ്ഞിട്ട് കാർക്കോടകൻ
വൈശ്യ സ്വഭാവമുള്ള ആണ്. തക്ഷകൻ ആ കൂട്ടത്തിലൊരു ശൂദ്രഭാവമുള്ള വിഭാഗമാണ്. പല വിഭാഗമുണ്ട്, പിന്നെയും വിഭാഗങ്ങൾ ഉണ്ട്. ആ മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ പലതും നമുക്ക് കിട്ടുന്നുണ്ട്. ആദ്യം കിട്ടുന്നത് നമുക്കറിയാലോ നെഗറ്റീവാണ്. അതൊരു പ്രോബ്ലമാണ്. ഇങ്ങനെ സംസാരിക്കുന്നവരെ നമ്മൾ കുറ്റം പറയരുത്. ആദ്യം നെഗറ്റീവാണ് വരിക. ഞാനിപ്പോൾ ഉദാഹരണമായിട്ടൊരു കാര്യം ശ്രോതാക്കളോട് പറയാം. ഒരു കഥയാണ്, ഉണ്ടാക്കി പറയുന്ന കഥ കേട്ടോ. ഒരു ഭാര്യയും ഭർത്താവും അമേരിക്കയിലേക്ക് പുറപ്പെട്ടു. 10-20 മണിക്കൂർ ഫ്ലൈറ്റ് യാത്ര ചെയ്തു. ചെല്ലുമ്പോൾ അവിടെ പുലർച്ച 4 മണിയാണ്. അപ്പം 4 മണിക്ക് അവിടെ ഇറങ്ങുമ്പോഴേക്കും താഴോട്ട് നോക്കുന്ന സമയത്ത് സിറ്റി മുഴുവനെ കാണാനുണ്ട്. ഇവർക്ക് ഭയങ്കര സങ്കല്പങ്ങളുണ്ട്. അവിടെ ചെന്ന ഉടനെ ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. അവർ പോകുന്നത് പേരക്കുട്ടിയെ കാണാനാണ്. പേരക്കുട്ടി ഉറക്കമുണർന്നുണ്ടാവുമോ എന്നിവർ ചർച്ച ചെയ്യുന്നുണ്ട്. അങ്ങനെ യാത്ര പോകുന്നു. പ്രഭാതം, നല്ല കുളിരുള്ള അന്തരീക്ഷം, വിമാനം ഭൂമിയോട് അടുക്കുകയാണ്. അനവധി സങ്കല്പങ്ങളുമായിട്ട് 300 യാത്രക്കാരതിൽ ഉണ്ട്. ഇത്രയും കേട്ടവരുടെ മനസ്സിൽ എന്താണ് ഇനി ഞാൻ പറയാൻ പോണത് എന്നുള്ളതിനെക്കുറിച്ചൊരു ധാരണ വന്നിട്ടുണ്ട്. ഞാൻ പറയാൻ പോണത് ആ വിമാനം വളരെ ഭംഗിയായിട്ട് അവർ അവിടെ ഇറങ്ങി അവരവരുടെ വീട്ടിൽ പോയി എന്നാണ്. ആയിക്കോട്ടെ, നിങ്ങൾ ഇങ്ങനെ പറയാൻ പരിപാടി ആയിക്കോട്ടെ. പക്ഷെ അതിനു മുമ്പ് മനസ്സ് വേറെ എവിടേക്കൊക്കെയോ പോകും. നിങ്ങൾ വിമാനം ശരിക്കും ഇറങ്ങിയെന്നാ പറയാൻ പരിപാടിയില്ല. ആദ്യം കേട്ടപ്പോൾ വിചാരിച്ചു പറഞ്ഞു വരുമ്പോൾ ഇവിടെ ഇപ്പോൾ ഒരു പാലാഴി മണ്ഡലം വന്നു. ജ്യേഷ്ഠ ഭഗവതി ആദ്യം വന്നു. ഈ ജ്യേഷ്ഠ ആദ്യം വരുമ്പോൾ ആദ്യം നെഗറ്റീവ് വരും ഏത് കാര്യത്തിലും. അതുകൊണ്ടാണ് നെഗറ്റീവിനെ ഒഴിവാക്കാൻ പറ്റില്ല. ആ നെഗറ്റീവ് വരുമ്പോഴും നമ്മൾ എന്ത് ചെയ്യും? ആ നെഗറ്റീവിനെ ഒരു പ്രത്യേക സ്ഥാനത്ത് നമ്മൾ മാറ്റി അവിടെ നിർത്തി പോസിറ്റീവിൽ കടക്കുമ്പോൾ മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ എന്തൊക്കെ സംഭവിക്കും എന്നുള്ളത് മുഴുവൻ വളരെ ശാസ്ത്രീയമായിട്ട് 10,000 കൊല്ലം കഴിഞ്ഞിരുന്നാലും ശ്രവിക്കത്തക്ക വിധം വ്യാസൻ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതിൽ നിന്ന് കിട്ടിയ പല കാര്യമുണ്ട്. പൊതുവെ അമൃത് ആണ് കിട്ടേണ്ടത്. പക്ഷെ അമൃത് കിട്ടിയിട്ട് വല്ല കാര്യം ഉണ്ടായി. ഇങ്ങനെയൊക്കെ ബുദ്ധിമുട്ടി അവസാനം അമൃത് കയ്യിൽ കിട്ടി. അമൃത് കയ്യിൽ കിട്ടുമ്പോൾ അതിനകത്തുനിന്ന് പലതും കിട്ടിയിട്ടുണ്ട്. കാമധേനുവിനെ കിട്ടിയിട്ടുണ്ട്, കൽപ്പവൃക്ഷം പലതും ഉണ്ട്. കിട്ടിയപ്പോൾ എന്ത് സംഭവിച്ചു? മോഹിനി പ്രത്യക്ഷപ്പെട്ടു. നമ്മുടെ ജീവിതത്തിലും മോഹിപ്പിക്കുന്നതാണ് മോഹിനി. കഥയിലൊരു കഥാരൂപത്തിൽ ഇങ്ങനെയൊക്കെ ചിത്രീകരിച്ചു എന്നേ ഉള്ളൂ. ആ മോഹിനി എന്തു പറഞ്ഞു? ഞാൻ വിളമ്പിത്തരാം, ഇത്രയൊക്കെ പണിയെടുത്തിട്ട്. നിങ്ങൾ കണ്ണടച്ചിരിക്കാൻ പറഞ്ഞു. കണ്ണടച്ചു. എന്തേ പറ്റിയേ? ഇത് നഷ്ടപ്പെട്ടു. അങ്ങനെ വരുമ്പോൾ കൽപ്പവൃക്ഷം എന്ന് പറഞ്ഞാൽ ആഗ്രഹിക്കുന്നത് എന്തും കിട്ടുന്നു എന്നാണ്. ഈ ആഗ്രഹിക്കുന്നത് എന്തും കിട്ടുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് നമ്മൾ ആഗ്രഹിക്കുന്ന പഞ്ചാര പായസം ലഡുവല്ല, നെഗറ്റീവായതും ആലോചനയിൽ വരുന്നുണ്ട്. നെഗറ്റീവായ കാര്യങ്ങളും ആലോചനയിൽ വരുന്നുണ്ട്, നമ്മൾ ചിന്തിക്കുന്നില്ല. ആകെ ഉള്ളതൊരു മോളാണ്, ഇനിയിപ്പോൾ വളർന്നു വരുന്ന അവളാണ്. ഇപ്പോഴത്തെ കാലത്ത് മക്കൾ ഇന്നെ നോക്കിച്ചിട്ടുന്നല്ല മക്കളെ വളർത്തുന്നത്. എന്തിനാപ്പോൾ ഇത് പറഞ്ഞേ? അപ്പൊ നോക്കാത്ത മക്കളെ സങ്കല്പിച്ചില്ലേ?
നമ്മുടെ ചുറ്റും ഇങ്ങനെ സംസാരിക്കുന്ന എത്രയോ പേരെ നമുക്ക് കാണാം. അവരുടെ ജീവിതം അങ്ങനെ ആയിത്തീരും. ആ മകളുണ്ട്, ഇനിയിപ്പോൾ എന്താണെന്നുകൂടാ, ഇനിയിപ്പോൾ അവള് കല്യാണം കഴിഞ്ഞാൽ എങ്ങനെയാണെന്ന് അറിയില്ല. ഏത് കള്ളുടിയാനാണാവോ കല്യാണം കഴിക്കാൻ പോണത്. ഒരമ്മ പറഞ്ഞതാ ആ വരി. പറഞ്ഞിട്ടൊരു 7 കൊല്ലമായി. തുടർന്ന് ആ മകളുടെ വിവാഹം കഴിഞ്ഞുള്ള കാര്യം അത് ഡൈവേഴ്സായി. എന്തുകൊണ്ടാന്നൊക്കെ ഊഹത്തിന് വീഴുന്നു. കേൾക്കുന്നവർക്ക് ഊഹിക്കാമല്ലോ. അമ്മ സങ്കല്പിച്ചാണ് നടന്നത്. അങ്ങനെ വരുമ്പോൾ എല്ലാവർക്കും വേണ്ടാത്ത സങ്കല്പങ്ങൾ വേണം. വയസ്സുകാലാണ് വരുന്നത്, വയ്യാതെ കിടക്കും, മക്കളെ വിശ്വസിക്കാൻ പറ്റില്ല, അപ്പുറത്തെ സ്വത്ത് മക്കളുടെ പേരിൽ എഴുതി കൊടുത്തു, മക്കളൊക്കെ വഞ്ചിച്ചു. ഇപ്പോഴത്തെ കാലത്ത് ഇപ്പോഴത്തെ ഈ ചെറുപ്പക്കാരെ ചിരിയും കളിയൊന്നും വിശ്വസിക്കണ്ട. അതുകൊണ്ട് ഞാൻ മക്കളെ പോലും അറിയാതെ ഞാൻ ഇന്നോടത്തിലൊരു എസ്റ്റേറ്റ് വാങ്ങിയിട്ടുണ്ട്. ഇവരുടെ ആ എസ്റ്റേറ്റ് കൊണ്ട് യാതൊരു ഗുണമില്ലാതെ പോകുന്നു. നമ്മൾ ഉണ്ടാക്കി വെച്ച ഒന്നിനും ഒരർത്ഥമില്ലാതെ പോകുന്നത് ഈ അർത്ഥമില്ലായ്മയും നാം സങ്കല്പിച്ചുകൊണ്ട്. അപ്പൊ ചോദിച്ചതൊക്കെ കിട്ടുന്ന ഒരു കൽപ്പവൃക്ഷം കൂടെ ഉണ്ട് നമുക്ക്. ആദ്യമേ ഞാൻ ആ പരീക്ഷ ഉണ്ടോ പാസ്സാവാൻ പോണു? എൻ്റെ സൂക്കടുണ്ടോ മാറാൻ പോണു? ഇത് മാറാത്ത അസുഖമാണ്. തമാശയ്ക്ക് ഞാൻ പറയാറുണ്ട്, ഒരു 10 മനഃശാസ്ത്ര ലേഖനം വായിച്ചാൽ, ഞാൻ പിന്നെ ബാക്കി എല്ലാ പുസ്തകവും വായിക്കുന്ന സ്വഭാവം ഉള്ളത് കൊണ്ട് എല്ലാം നിർത്തിപ്പിടിച്ച് വായിക്കാറുണ്ട്. 10 മനഃശാസ്ത്ര പുസ്തകം വായിച്ചാൽ സംശയിക്കേണ്ട, ലക്ഷണം അനുസരിച്ച് നമുക്ക് ഭ്രാന്തുണ്ടോ എന്ന് തോന്നും. കാരണം പല കാര്യവും നെഗറ്റീവുകൾ പഠിക്കാനുണ്ട്. മെഡിക്കൽ കോളേജിലൊക്കെ ഈ രോഗങ്ങളെക്കുറിച്ച് പഠിക്കുന്നത് 3-ാമത്തെ കൊല്ലമാണ്. അത് പഠിക്കുമ്പോൾ ഈ സൂക്കടൊക്കെ നിൽക്കുന്നുണ്ടല്ലോ, 3rd ഇയർ സിൻഡ്രോം എന്നൊക്കെയാണ് അതിനെ പറയുക. മിക്ക സൂക്കടുണ്ടല്ലോ. ഉച്ചയ്ക്കൊരു തളർച്ച തോന്നാറുണ്ടോ? ഉച്ചയ്ക്ക് തളർച്ച തോന്നാത്ത ഒരാളുണ്ട്. കുറച്ച് നടക്കുമ്പോൾ കാലൊന്ന് കുഴച്ചിലുണ്ടോ? ചെക്കപ്പ് ചെയ്യണട്ടോ. പ്രഷറാണ്. മനുഷ്യ ശരീരം എന്ന് പറഞ്ഞാൽ യന്ത്രമല്ലേ. നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വാഹനമല്ലേ നമ്മുടെ ശരീരം. നമ്മുടെ യന്ത്രം വേറൊരാളുടെ കയ്യിൽ കൊടുക്കരുത്. നാം ഓടിക്കുന്ന സ്കൂട്ടർ വേറൊരാളുടെ കയ്യിൽ കൊടുത്താൽ ആ സ്കൂട്ടറിന്റെ സകല കാര്യങ്ങളും നിമ്നോന്നതകളും നമുക്കറിയാം. വേറൊരാളുടെ കയ്യിൽ കൊടുത്താലോ? വേറൊരാളുടെ കയ്യിൽ കൊടുത്താൽ അവർ കൈകാര്യം ചെയ്യുമ്പോൾ വ്യത്യാസമുണ്ട്. ഇടയ്ക്ക് കുട ഇല്ലാതെ വന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ ഭാര്യയോട് നല്ല കുടയെന്ന് എടുക്കുക എന്ന് പറയുമ്പോൾ അവൾ തരില്ല. ആ കുട എടുത്താൽ മതിയെന്ന്. സംഗതി ശരിയാണ്. അത് കൃത്യമായി കൈകാര്യം ചെയ്ത് ആ കുട പൂട്ടി വെച്ച് ബാഗിൽ വെച്ച് ശീലമുള്ളവർ വേറൊരാളുടെ കയ്യിൽ കൊടുത്താൽ അതിൻ്റെ കമ്പി കേടുവരുത്തും എന്ന് തീർച്ചയാണ്. അങ്ങനെ വരുമ്പോൾ കുട, ചെരുപ്പ്, മൊബൈൽ ഫോൺ മുതൽക്ക് ഏത് വസ്തുവും വേറൊരാളുടെ കയ്യിൽ കൊടുക്കുമ്പോൾ അതിനെ കൊളാക്കിയിട്ടാണ് തരിക. ചില പണിയായുധങ്ങൾ ചിലവർ എന്നോട് വന്ന് ചോദിക്കാറുണ്ട്. അപ്പം ചോദിക്കുമ്പോൾ തരില്ല എന്ന് പറയില്ല, കൊടുക്കുമ്പോൾ ഞാൻ തന്നെ സങ്കല്പിക്കും ഇത് കേടുവരുത്തിയാണ് കൊണ്ടുവരാൻ. 2 കാരണം. സങ്കല്പം ആദ്യം വന്നല്ലോ, അത് കൊടുന്നാൽ പിന്നെ അത് ഉപയോഗശൂന്യമായിട്ടുണ്ടാവും. ഇതുപോലെ നമുക്ക് ഏറ്റവും അറിയാവുന്ന നമ്മുടെ ശരീരത്തെ ഇപ്പോൾ കൈകാര്യം ചെയ്യുന്ന മറ്റുള്ളവർ എന്ന് പറഞ്ഞാൽ മരുന്നിൻ്റെ കാര്യത്തിലും ഔഷധത്തിൻ്റെ കാര്യത്തിലും ആയുസിൻ്റെ കാര്യത്തിലും നമുക്ക് നിർദ്ദേശം തരുന്നത് ഇപ്പോഴത്തെ ചില മരുന്ന് കമ്പനിക്കാരും ആളുകളും ആണ്. ഗർഭിണിയായി
മാരകമായ അസുഖമാണ് എന്ന് പഠിപ്പിച്ചു. പണ്ടിങ്ങനെ ഉണ്ടായിരുന്നില്ല. 12, 13 പ്രസവം ഉണ്ടായപ്പോൾ ഗർഭം അസുഖമായിരുന്നില്ല. അതിൻ്റെ കുറവുണ്ട്, ഇതിൻ്റെ കുറവുണ്ട്, അയേണിൻ്റെ കുറവുണ്ടാവും. ഒടുവിൽ പ്രസവം വരെയും പീഡിപ്പിക്കുന്നു, അത് കഴിഞ്ഞാലും പീഡിപ്പിക്കുന്നു. ഇതൊക്കെ മനസ്സിനെ സ്വാധീനിക്കുന്നു. അങ്ങനെ വരുമ്പോൾ ഇതൊന്നും വേണ്ട എന്നല്ല, ഈ തത്വം അറിഞ്ഞുകൊണ്ട് നാം ജീവിക്കണം. ഇപ്പോഴത്തെ കാലത്ത് നെഗറ്റീവായിട്ടുള്ള പലതും നമുക്ക് കേൾക്കേണ്ടി വരും. ചില കാര്യങ്ങൾക്ക് പ്രതിരോധ ശക്തി കിട്ടാൻ ഇത് കേട്ടോണ്ട് ഗുണമുണ്ട്, കാരണം നമുക്കത് സംഭവിക്കരുതല്ലോ. പക്ഷെ ആ സങ്കല്പത്തിൻ്റെ ശക്തി കൂടുതലായി കഴിഞ്ഞാൽ, ആ ശക്തി അങ്ങോട്ട് കൂടുതലായി കഴിഞ്ഞാൽ നമ്മൾ അതിനെ ആകർഷിച്ച് വരുത്തലാവും ഫലം. ഒരു കഥാപാത്രത്തെക്കുറിച്ച് പറയാം. സദാ സംശയം. അതെന്താ അങ്ങനെ? അതിങ്ങനെയാണല്ലോ. രോഗങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ രോഗമാണ് സംശയരോഗം. ഇപ്പോൾ സംശയത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് ഞാൻ ഏറ്റവും വലിയ രോഗം എന്ന് പറഞ്ഞു. വേറെ രോഗത്തെ പറ്റി പറയുമ്പോൾ അതും പറഞ്ഞു എന്ന് വരാം. ഏത് സമയത്തും തനിക്ക് ആപത്ത് വരാം. ഇതിൻ്റെ പേരാണ് കംസൻ എന്ന്. കംസൻ എന്ന നാമത്തിൻ്റെ അർത്ഥം തന്നെ അതാണ്. അവർക്ക് ഇങ്ങനെ അശരീരി ഉണ്ടായിക്കൊണ്ടിരിക്കും. ശരീരമില്ല. അവരുടെ കാതിൽ അത് അബദ്ധമാണല്ലോ, ഇത് അബദ്ധമാണല്ലോ, എനിക്കിങ്ങനെ അബദ്ധം പറ്റുമല്ലോ. കംസൻ 8ാമത്തെ പുത്രൻ എന്നെ വധിക്കുമല്ലോ. ഇതൊക്കെ ഉപബോധ മനസ്സ് പറയുന്നതിൻ്റെ പേരാണ് അശരീരി. അല്ലാതെ ഒരാളിങ്ങനെ വിളിച്ചിട്ട് ഫോണിൽ കൂടെ പറയുന്നത്. ഒടുവിൽ സംശയിച്ച് യഥാർത്ഥത്തിൽ കംസനെ കൃഷ്ണൻ വധിച്ചു എന്നൊക്കെ പറയുന്നത് കുറച്ചൊരു കവിതാത്മകമാണ്. ഭയന്നും സംശയിച്ചും എന്തിനേയും സംശയിച്ചും കൃഷ്ണൻ അടുത്തേക്ക് വന്നപ്പോൾ എന്താ അമ്മാമാന്ന് ചോദിച്ചിട്ട് കയ്യൊന്ന് വെറുതെ പിടിച്ചിട്ടേ ഉള്ളൂ. അതിനൊരു ചമൽക്കാരത്തിൽ നമ്മൾ പറയുമ്പോൾ അതിനിപ്പോൾ ഞാനും തിരക്കഥ എഴുതുകയാണെങ്കിൽ അതിനൊരു യുദ്ധമൊക്കെ മാറ്റും. സംശയ രോഗികൾ സംശയിച്ച് ജീവിതത്തിനെ നശിപ്പിക്കും. ഏത് നന്മയും കിട്ടുന്നതാണ് മനസ്സെന്ന കൽപ്പവൃക്ഷം. ആ കൽപ്പവൃക്ഷം നമ്മോട് പറയണം, നിങ്ങൾ നല്ലത് സങ്കല്പിക്കൂ, നല്ലത് ഇമാജിൻ ചെയ്യൂ. ആ നല്ലത് ഇമാജിൻ ചെയ്യുമ്പോൾ അത് അവിടെ അങ്ങനെ ഉണ്ടാവും, അത് സംഭവിക്കും. അതെങ്ങനെയാണ് സംഭവിക്കുന്നത്? രാത്രി മണി 11 കട ഇപ്പം ഏതെങ്കിലും തുറന്നുണ്ടാവുമോ? കട തുറന്നെങ്കിൽ തന്നെ ഞാൻ വിചാരിച്ച ഈ സാധനം കിട്ടുമോ? വിചാരിച്ച സാധനം കിട്ടും. ആ കടയുടെ മുമ്പിൽ, വിചാരിച്ച സാധനം കിട്ടുന്ന കടയുടെ മുമ്പിൽ നിങ്ങൾ എത്തും. പക്ഷേ പരീക്ഷയിൽ തോൽക്കും എന്ന നെഗറ്റീവ് സങ്കല്പിക്കും മാതിരി ഏതൊരു കാര്യത്തിൻ്റെയും ആഴത്തിൽ നെഗറ്റീവ് സങ്കല്പിക്കുമ്പോൾ മനസ്സെന്ന കൽപ്പവൃക്ഷത്തിന് നെഗറ്റീവും ഇല്ല, പോസിറ്റീവും ഇല്ല. അതുകൊണ്ട് നമുക്കാണ് നെഗറ്റീവും പോസിറ്റീവും. മഴ മകളുടെ കല്യാണമാണ്, ഇത്രാം തീയതിയാണ്, കിട്ടിയ 12. മഴ പെയ്യോ. കല്യാണം ഉറപ്പിച്ച അന്ന് മുതൽക്കേ ചിന്ത എന്താണ്? മഴ പെയ്താൽ ബുദ്ധിമുട്ടാവേ. മഴ പെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പം ഈ വന്നിരിക്കുന്നവരൊക്കെ എവിടേക്കാ മാറ്റുക? കല്യാണം കൊണ്ട് വാച്ചാൽ പോട്ടെ, അതിൻ്റെ അകത്ത് കുഴപ്പമില്ല. ഇതിപ്പോൾ തുണിയുടെ പന്തലാണ് കിട്ടിയാണ്. മഴയെ ആകർഷിച്ച് നിർത്തും. ഇതുകൊണ്ടാണ് ആചാര്യന്മാരും ശാസ്ത്രത്തെ പറ്റിയൊക്കെ പറയുമ്പോൾ ആരെയും നോയിപ്പിക്കാതെ പറയണല്ലോ വെച്ചിട്ട് പറയുകയാണ്. ഒന്നെ സങ്കല്പിച്ചും കൊണ്ടിരിക്കുകയാണ് നമ്മൾ. പുലി വരുന്നോ എന്ന് സങ്കല്പിച്ചാൽ അതിലെ പുലി വരും. ഇത് കാക്ക കൊണ്ടുപോകുമോ എന്ന് സങ്കല്പിക്കരുതെന്ന് പറഞ്ഞിട്ടില്ല. നെഗറ്റീവ് സങ്കല്പത്തിന് ശക്തി കയറുമ്പോൾ അത് പോസിറ്റീവായിട്ട്
സാങ്ഷനാക്കുമെന്നാണ് പറഞ്ഞത്. നെഗറ്റീവ് സങ്കല്പത്തിന് ശക്തിയായി വരും. പരീക്ഷയിൽ ഞാൻ തോൽക്കും. ഇത്തവണ തന്നെ ആണെങ്കിൽ തന്നെ ജയിച്ചവരൊക്കൊന്നും ഉദ്യോഗം കിട്ടില്ല. ശുപാർശ ഉള്ളവർക്കേ കിട്ടുള്ളൂ. ഈ സങ്കല്പം ശക്തിമത്തായിട്ട് വരുമ്പോൾ പരാജയം സംഭവിക്കും. ലളിതാ സഹസ്രനാമത്തിൽ ഭവാരണ്യ കുഠാരിക ഒരു നാമമാണ്. ഭവാരണ്യം ഭവിച്ചത് എന്നാണ് അർത്ഥം. അതൊരാരണ്യമാണ്. സംസാര സാഗരം എന്നൊക്കെ പറഞ്ഞ പോലെ ഇതൊരാരണ്യം. കുഠാരിക എന്ന് പറഞ്ഞാൽ കോടാലിയുമായി വന്ന് അതിനെ വെട്ടി നീക്കുന്നവൾ ദേവി എന്ന് തന്നെയാണ് അർത്ഥം. ഈ നെഗറ്റീവ് സങ്കല്പങ്ങളാകുന്ന ഭവാരണ്യത്തെ പോസിറ്റീവ് സങ്കല്പം കൊണ്ട് വെട്ടി നീക്കണം. അതുകൊണ്ടാണ് ആഗ്രഹിച്ചത് എല്ലാവർക്കും കിട്ടിക്കൊണ്ടിരിക്കുന്നുവെന്ന് ഗീതയിൽ കൃഷ്ണൻ പറഞ്ഞിരിക്കുന്നു. പറ്റുമെങ്കിൽ തത്വചിന്തയിലൊക്കെ താല്പര്യമുള്ളവർ ഏത് സമയത്തും നമ്മൾ ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നത് നന്നായിരിക്കും. കൃഷ്ണൻ പറഞ്ഞു, ഓരോരുത്തരും എനിക്ക് ഇന്നോടത്ത് നല്ല വെള്ളം കുടിക്കാൻ കിട്ടുമെന്ന് സങ്കല്പിക്കുന്നവർക്ക് വെള്ളം കിട്ടുന്നു. ഈ കാട്ടിൽ എവിടെ വെള്ളം കിട്ടാൻ അവർക്ക് വെള്ളം കിട്ടുന്നില്ല. എല്ലാവരും ആഗ്രഹിക്കുന്നത് അവരുടെ മുമ്പിൽ എത്തുന്നു. നമുക്ക് ജരാനരകൾ ഉണ്ടാകും എന്നിങ്ങനെ സങ്കല്പിച്ചുകൊണ്ടിരിക്കണം. വയസ്സെത്രയായി? 2 സ്ത്രീകൾ തമ്മിൽ സംഭാഷണം വളരെ വർഷങ്ങൾക്ക് മുമ്പ്. എത്ര വയസ്സായി? ഒരു സ്ത്രീ എത്ര വയസ്സായി? യൂട്രസ് റിമൂവ് ചെയ്തില്ലേ? ഞാനൊന്നും മിണ്ടിയില്ല. ഞാനിത് കേട്ടു, ഇവരുടെ വർത്തമാനം. ആ കേട്ട സ്ത്രീയുടെ മുഖം ആകെ വളരി. കാരണം ഇപ്പം വിശേഷിച്ച അസുഖമൊന്നുമില്ല. ഫ്രണ്ട് ചോദിക്കുകയാണ്, അനുഭവസമ്പന്ന, യൂട്രസ് റിമൂവ് ചെയ്തില്ലേ? ഈ സ്ത്രീയൊക്കെ ആകെ ഒരു മൂഡൌട്ടായി. ഇത് റിമൂവ് ചെയ്യേണ്ടതാണ്, ഇതവിടെ വെച്ചുകൊണ്ടിരിക്കേണ്ടതല്ല എന്ന് ആര് പറഞ്ഞു? ശാസ്ത്രീയ വിഷയത്തിലേക്ക് ഞാൻ കിടക്കുന്നില്ല. ആ നെഗറ്റീവ് ചിന്ത അവിടെ വന്നില്ലേ? അങ്ങനെ വരുമ്പോൾ ജരകളുമായി ജരാനരകൾ യഥാർത്ഥത്തിൽ ആചാര്യന്മാർ പറയും, ഹിമാലയത്തിലെ ഗുരുക്കന്മാർ പറയും, പഞ്ചഭൂതങ്ങളെ കൊണ്ടാണ് നമ്മുടെ ശരീരം നിർമ്മിക്കപ്പെട്ടത്. ആകാശം, വായു, അഗ്നി, ജലം, ഭൂമി. ഇതുകൊണ്ടാണ് നിർമ്മിക്കപ്പെട്ടത്. അപ്പം അങ്ങനെ വരുമ്പോൾ ഒരു കാര്യമുണ്ട്. ഇഡ്ഡലിയോ ദോശ ഉണ്ടാക്കിയപ്പോൾ വൈകുന്നേരം ആവുമ്പോഴേക്കും കേട് വരുന്നു. കൂട്ടാൻ ഫ്രിഡ്ജിൽ വെക്കണം. ഫ്രിഡ്ജിൽ വെച്ച് കൂട്ടാൻ കുറേ ദിവസം വെച്ചാൽ അതും കേട് വരും. കാരണം അത് നിർമ്മിക്കപ്പെട്ടത് അരിയും സാധനങ്ങളെ കൊണ്ടൊക്കെയാണ്. അതൊക്കെ കേട് വന്നു പോകുന്നതാണ്, കേട് വരുന്നത് സ്വാഭാവികമാണ്. പക്ഷെ പഞ്ചഭൂതങ്ങൾ 5നും പ്രായമാവലില്ല. ആകാശത്തിന് പ്രായമാവുമോ? വായുവിന് പ്രായമായോ? കുറേ കാലമായി വായു ഇവിടെ ഉണ്ടായിട്ട്. അപ്പം അതുകൊണ്ട് അസുഖം വരും? അങ്ങനെയില്ല. വായു എന്നും ഫ്രഷാണ്. നമുക്ക് ഈ മൂവ്മെന്റ് ഉണ്ടാക്കുന്ന അഗ്നിയാണ്. അഗ്നി ഇപ്പോൾ കുറേ വയസ്സായി, കുറേ കാലമായിട്ട് അഗ്നി ഉണ്ടല്ലോ. അഗ്നിക്ക് പ്രായക്കൂടുതലില്ല. ജലത്തിന് പ്രായക്കൂടുതലുണ്ടോ? കിണറ്റിൽ 1 ഗ്ലാസ് വെള്ളം മുക്കിയാൽ ഇപ്പോഴും അത് ഫ്രഷായ വെള്ളമല്ലേ. ഭൂമിക്ക് ഒട്ട് പ്രായമായല്ലോ, വൃദ്ധയായല്ലോ, വൃദ്ധനായോ, ഭൂമിക്ക് ഘടകമല്ല. 5ഉം കൂടി ചേർത്തുണ്ടാക്കിയ നമുക്ക് ജരാനരകൾ വരുന്നതിൻ്റെ കാരണം വരെ കൃഷിമാർ പറഞ്ഞത്
മനസ്സ് ജലയുമായി സന്ധി ചെയ്തു എന്നതാണ്. എത്ര കൊല്ലായോ? വർഷം എത്ര കഴിഞ്ഞു? ഇപ്പം പ്രായം എത്രയായി? നിങ്ങളുടെ കൂടെ ഉള്ളവരൊക്കെ പോയല്ലോ, ഒരാളെ ബാക്കിയുള്ളൂ. ഇപ്പം എന്തുണ്ടായി? ജലയുമായി സന്ധി. ഈ ജലയുമായി സന്ധി ചെയ്ത ആളെ നമുക്ക് ജരാസന്ധൻ എന്ന് വിളിക്കാം. അതുമായിട്ട് സന്ധി ചെയ്യാണ് ജരാസന്ധൻ. ആ ജരാസന്ധൻ കൃഷ്ണനെ നേരെ യുദ്ധത്തിന് വന്നു. ജരാസന്ധന്റെ കഥ വായിക്കുമ്പോൾ അറിയാം, പുള്ളിക്ക് ആരുടെങ്കിലും കൈകൊണ്ട് മരിച്ചേ പറ്റൂ എന്നുള്ള നിർബന്ധം. ചിലവർക്ക് ഇതെല്ലാം നിർബന്ധം ഉണ്ടാവുമല്ലോ. കൃഷ്ണൻ 4 തവണ പേടിച്ചോടി. കൃഷ്ണൻ പേടിച്ചോടിയതല്ല, കാരണം ജലയുമായി സന്ധി ചെയ്താണ്. നമ്മളിലെ ജരാസന്ധനെ നാം നിഗ്രഹിക്കണം എന്ന് പറഞ്ഞാൽ ജരാനരകളുമായി സന്ധി ചെയ്ത നമ്മളുടെ പേഴ്സണാലിറ്റിയെ നമ്മൾ നിഗ്രഹിക്കണം. നിഗ്രഹിക്കാൻ ഏറ്റവും വേണ്ടത് വായുവിൻ്റെ പുത്രനായിട്ടുള്ള ഭീമസേനനാണ്. ശ്വാസഭുക്തി നിയന്ത്രിക്കൂ, യോഗ ചെയ്യുക, യോഗ ചെയ്യൂ, ടെൻഷൻ അടിക്കരുത്. ടെൻഷൻ വില കൊടുത്തിങ്ങോട്ട് വാങ്ങണ്ട. മനുഷ്യജീവിതമാകുമ്പോൾ ടെൻഷനൊക്കെ കുറച്ച് വരും. പക്ഷേ രാവിലെ മുതൽ വൈകുന്നേരം വരെ ടെൻഷൻ എന്നുള്ളത് മുഖമുദ്രയാവരുത്. യാത്രയ്ക്ക് പോകുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ട നേരമായില്ലേ, പെട്ടി ഒരുക്കി വെക്കണ്ടേ? അല്ല, വൈകുന്നേരം 4:30 പോണത്, എന്നാലും പെട്ടി ഒരുക്കി വെക്കണ്ടേ? റെയിൽവേ സ്റ്റേഷനിൽ 1 മണിക്കൂർ മുമ്പ് എത്തിയിട്ട് വണ്ടി എത്തിയോ? വണ്ടി എപ്പോൾ വരും? വണ്ടി യഥാർത്ഥത്തിൽ ഷെഡ്യൂൾ ടൈം ആയിട്ടില്ല. അതിനു മുമ്പ് തന്നെ അവിടെ ടെൻഷൻ അടിക്കാൻ തുടങ്ങി. ജരാസന്ധന് വലിയ ടെൻഷനായിരുന്നു. ഒടുവിൽ ഭീമസേനായിട്ട് എങ്ങനെയാണ് ഉണ്ടായത് യുദ്ധം? കൃഷ്ണനും ഭീമസേനും വേഷന്മാർ ചെന്നു, യുദ്ധത്തിന് ക്ഷണിച്ചു. അപ്പോൾ വലിയ ഇഷ്ടം. അപ്പോൾ ആരായിട്ടാണ് യുദ്ധം ചെയ്യണത്? ഒന്ന് കൃഷ്ണനാണെന്ന് പറഞ്ഞു. എന്നെ കണ്ട് പേടിച്ചു ഓടുന്ന ആളുമായിട്ട് വേണ്ട, വിലല്ല. അപ്പം ആരാവട്ടെ, ഭീമസേനായിട്ടാവാം. അപ്പോഴേ നമുക്കൊരു വെയിറ്റുള്ളൂ. അത് മരണത്തിൽ കലാശിച്ചു എന്നുള്ളതിന് അനവധി മീനിങ്ങുകളുണ്ട്. നമ്മുടെ അകത്തുള്ള ജരാസന്ധനെ കുറിച്ച് ഞാൻ പറഞ്ഞു. ഭാരതത്തിലെ ജരാസന്ധൻ വേറെ. ഈ സന്ധി ചെയ്ത ഈ അംശം എന്ന് പറയുന്നത് ഏതൊന്നുമായി സങ്കല്പിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ സങ്കല്പിച്ചതൊക്കെ അങ്ങോട്ട് തരും, എല്ലാം. മൂകാംബിയിൽ നിന്ന് ഒരു 40 വർഷം മുമ്പേ ബസ്സിൽ വരുമ്പോൾ ബസ് ഒരു സ്റ്റോപ്പിൽ നിന്നു. അപ്പോൾ 10 വയസ്സായൊരു കുട്ടി 3 വയസ്സായൊരു കുട്ടിയെ ഒക്കത്ത് വെച്ചുകൊണ്ട് ഇങ്ങനെ കൈ നീട്ടുക. ആ ഒക്കത്തിരിക്കുന്ന കുട്ടി കരയുന്നുണ്ട്. ആ കരയുന്ന കുട്ടിയുടെ കരച്ചിൽ എങ്ങനെ നിൽക്കും? തിന്നാൻ കൊടുക്കാനൊന്നുമില്ല. ബസ് അധിക നേരം അവിടെ നിൽക്കുകയില്ല കേട്ടോ. ബസ്സിലുള്ള യാത്രക്കാർ കാരുണ്യമുള്ളവരാണ്. ഇതിനൊരു പരിസമാപ്തി ഉണ്ടാവില്ലേ? കുട്ടി ഇങ്ങനെ കരഞ്ഞുകൊണ്ടേ ഇരിക്കില്ലല്ലോ. പെട്ടെന്ന് കൺമുന്നിൽ ഒരു പഴുത്ത മാങ്ങയുടെ വീണു. അതിൻ്റെ മുകളിൽ മാവുണ്ടാവുമായിരിക്കും. ഈ 10 വയസ്സായ കുട്ടി ആ മാങ്ങ എടുത്ത് ഈ കുട്ടിയുടെ കയ്യിലാ കൊടുത്തു. കരച്ചിൽ. ഏതൊന്ന് ആഗ്രഹിക്കുന്നതും നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ മനസ്സിൽ പോസിറ്റീവ് ചിന്തകൾക്ക് പ്രാധാന്യം കൊടുക്കുക. നെഗറ്റീവ് വരും. കാരണം മഴ പെയ്താൽ ബുദ്ധിമുട്ടല്ലേ. അവിടെ ഒരു കുട കരുതുന്നത് അബദ്ധമൊന്നുമല്ല. കുട കരുതുന്നതല്ലേ. കല്യാണത്തിന് മഴ പെയ്താലോ? മഴ പെയ്താൽ കറണ്ട് പോയാൽ കുറച്ച് മണ്ണെണ്ണ വാങ്ങി ശേഖരിക്കുന്ന അബദ്ധമില്ല. പക്ഷെ കറണ്ട് പോകുക എന്നുള്ളതിലേക്ക് മാത്രം ചിന്തിക്കുകയും
പരീക്ഷയിൽ തോൽക്കുക എന്ന കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുകയും ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു എന്ന് വെച്ചാൽ സങ്കല്പിക്കുന്നത് കിട്ടുന്നു. മനസ്സ് എന്ന കൽപ്പവൃക്ഷം സങ്കല്പിക്കുന്നത് കൊടുത്തുകൊണ്ടേയിരിക്കുന്നു. പുരാണ കഥാപാത്രങ്ങളൊക്കെ സങ്കല്പിക്കുന്നത് സാധിക്കുമ്പോൾ കൃഷ്ണൻ പറയുന്നു അവർ സങ്കല്പിക്കുന്നത് അതാണ്, സങ്കല്പമാണ് സാധിപ്പിച്ച് കൊടുക്കുന്നത്. ഇതുകൊണ്ടാണ് ആയുരാരോഗ്യ സൗഖ്യത്തെക്കുറിച്ച് സങ്കല്പിക്കുന്നത് താനേ വന്നു ചേരുന്ന ഒരു ശാസ്ത്രമുണ്ട്. അൽഫ മൈൻഡ് പവർ എന്നാണ്. ഞാനത് കേരളത്തിൽ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ജനങ്ങളുടെ ഇടയിൽ അങ്ങനെ സാർവത്രികമായിട്ടില്ല. ഇതിനെപ്പറ്റിയൊക്കെ അറിയേണ്ട ആളുകളും ഇതിനെക്കുറിച്ച് പഠിക്കുന്ന ആളുകളും ജീവിതത്തിൽ നിരീക്ഷണം നമുക്കുണ്ടാകണം. നമ്മൾ പറഞ്ഞുതരാം, കുട്ടി പാത്രം ചില്ല് ഗ്ലാസ് എടുത്ത് പോകുമ്പോൾ അച്ഛൻ പറയില്ലേ ഇനി അതവിടെ കൊണ്ടുപോയിട്ട് ഉടച്ചോന്ന്. ഇപ്പം എന്തേ പറഞ്ഞത്? ഇനി അത് അവിടെ കൊണ്ടുപോയിട്ട് ഉടച്ചോ, അങ്ങനെയല്ലേ? ഇനി ആ വാതിലങ്ങോട്ട് തുറന്നിട്ടില്ല, വല്ല പട്ടിയും പൂച്ചയും കയറട്ടെ. ഇപ്പം ഇവിടെ പറഞ്ഞത് തന്നെ നെഗറ്റീവാണ്. വാതിലങ്ങോട്ട് തുറന്നിട്ടോ, പട്ടിയും പൂച്ചയും കയറിക്കോട്ടെ. അപ്പം ഈ നല്ല മനോഹരമായ ഗ്ലാസ്, പുതുതായി വാങ്ങിയ ഗ്ലാസ്, ഈ കുട്ടി അവിടെ കൊണ്ടുപോയിട്ട് പോകുന്നതിന് മുമ്പേ അത് താഴെ വീണ് ഉടഞ്ഞ് ചെതറുന്നത് കുട്ടി സങ്കല്പിച്ചുകൊണ്ടാണല്ലോ അച്ചപ്പത് പറഞ്ഞത്. സാക്ഷിയായ നമ്മളും ആ ദൃശ്യം സങ്കല്പിച്ചില്ലേ? 3 സങ്കല്പങ്ങൾ ഒത്തുചേരുമ്പോൾ എന്ത് സംഭവിക്കും? അത് ഉടയും. തീർന്നില്ല. നമ്മുടെ സങ്കല്പം ജന്മജന്മാന്തരമായി നീണ്ടുകിട്ടും. അതുകൂടി പറഞ്ഞ് പ്രഭാഷണം അവസാനിപ്പിക്കുകയാണ്. ഏതുപോലെ? കുട്ടിയെ ഭയങ്കര സ്നേഹമാണ് അമ്മയ്ക്ക്. അപ്പൊ കുട്ടി പറയും, അമ്മ എനിക്കിങ്ങനെ സ്വർണത്തിന്റെ നെക്ലേസ് വാങ്ങണം. ആ മിണ്ടായിരിക്കും ഒക്കെ വാങ്ങാം. എനിക്ക് ഇന്ന ഹോട്ടലിൽ പോയിട്ട് സ്വാദുള്ള ഇന്ന സാധനം കഴിക്കണം. എന്നോടിപ്പോൾ പറഞ്ഞത് മിണ്ടാതിരിക്കാനല്ലേ? നമ്മൾ ഇന്നോടത്തിൽ പോയിട്ട് ഇന്ന സ്ഥലത്തേക്കല്ലേ പോണത്? അല്ല, എനിക്ക് അത് കഴിക്കാം. ഇപ്പോഴല്ല. എനിക്ക് ഈ ഉടുപ്പല്ല വേണ്ടത്. ഇപ്പൊ ഒരു പുതിയ ഉടുപ്പ് ഇറങ്ങിയിട്ടുണ്ട്, 2500 റുപ്യ വിലയുള്ളതാ. അപ്പുറത്ത് വിമല അതാണ്. ഇപ്പൊ നിനക്കുള്ള ഷർട്ട് മതി, ആ ഉടുപ്പ് മതി. ഒരു കാര്യം ചിന്തിക്കണം, കുട്ടി ഇതൊക്കെ മറന്നു. അമ്മയുടെ മനസ്സിൽ ഇതൊക്കെ ഉണ്ട്, മനസ്സിനെ സ്വാധീനിക്കും. ആ കുട്ടിക്ക് അമ്മ എന്നെങ്കിലും ഒരിക്കലും ഇത് വാങ്ങിക്കൊടുക്കും. എൻ്റെ മോള് പണ്ടേ ആഗ്രഹം പറഞ്ഞത് ഇന്ന നെക്ലേസ് വേണമെന്ന്. അപ്പം കാശൊക്കെ വന്നപ്പോൾ നെക്ലേസ്, ഇന്ന ഡ്രസ്സ് വാങ്ങണമെന്ന് അവൾക്ക് മോൾക്ക് വലിയ ആഗ്രഹം. അന്ന് കാശില്ലായിട്ട് അപ്പം കാശ് വന്നിട്ടുണ്ട്, സാധിപ്പിച്ചു കൊടുക്കും. അപ്പം നമ്മൾ സാധിച്ചില്ലെങ്കിലും തെറ്റായ സങ്കല്പവും ഇതേമാതിരി സാധിപ്പിച്ചു തരും. ആ തെറ്റായ സങ്കല്പത്തിലേക്ക് വരും. അതുകൊണ്ടാണ് ഈ ജന്മത്തിലല്ലെങ്കിൽ പിറ്റത്തെ ജന്മത്തിലെങ്കിലും അത് സാധിച്ചിട്ടുണ്ട്. പല അസുരന്മാരുടെയും കഥ, രാമന്റെ കൈകൊണ്ട് മരിക്കണമെന്നും കൃഷ്ണന്റെ കൈകൊണ്ട് മരിക്കണമെന്നും സങ്കല്പിച്ചപ്പോൾ പിന്നീട് ആ സങ്കല്പം പ്രാവർത്തികമായിട്ടുണ്ട്. എന്തിനധികം, മായാസീതയുടെ സങ്കല്പം പോലും പ്രാവർത്തികം ആയിട്ടുണ്ട്. ഈ ജന്മത്തിൽ ജന്മജന്മാന്തരത്തിന്റെ കാര്യം നമുക്ക് വിടാം, ഈ ജന്മത്തിൽ തന്നെ സാധിപ്പിക്കുന്നുണ്ട്. ഒരു അയാളുടെ തൊട്ട വീട്ടിലെ ഒരു സ്ത്രീ ദോശ ഉണ്ടാക്കി കൊടുത്തു, ചെറുപയറുകൊണ്ടുള്ള ദോശ. അപ്പൊ ചെറുപയറുകൊണ്ടുള്ള ദോശ ഈ ഭർത്താവ് ആദ്യം കഴിക്കുക. നല്ല സ്വാദുണ്ടല്ലോ എന്ന് ഭാര്യയോട് പറഞ്ഞു. അത് കഴിഞ്ഞു ഭാര്യ, കുറച്ച് പണിയുണ്ട്, ചെറുപയർ തലേദിവസം മാട്ടൊക്കെ വേണമെന്ന് പറഞ്ഞു. പക്ഷെ ഭാര്യ അത് മനസ്സിൽ വെച്ചു,
2 ദിവസം കഴിഞ്ഞപ്പോൾ ചെറുപയർ വാങ്ങിയിട്ട് ഇയാളുടെ ഇഷ്ടപ്രകാരം ചെറുപയറിൻ്റെ ദോശ ഉണ്ടാക്കി കൊടുത്തു. ഇതേപോലെ സ്നേഹമുള്ളവർ മനസ്സിൽ വെക്കും, മകൻ അങ്ങനെ ഒരു മോഹം കേട്ടോ. എനിക്ക് ഓർമ്മയുണ്ട്, ഒരു കൃഷിക്കാരന് 250 ഉറുപ്പ്യ കിട്ടിയപ്പോൾ, 250 ഉറുപ്പ്യ വലിയ തുകയാണ്, റേഡിയോ വാങ്ങി. മകൻ എപ്പോഴും പറയും, അവൻ അടുത്ത വീട്ടിൽ പോയിട്ട് ഇങ്ങനെ കാതോർക്കുന്നു, സിനിമാ പാട്ടിന് കാതോർക്കുന്നു, എനിക്കൊരു വിഷമം. അച്ഛൻ വാങ്ങിക്കൊടുത്തു. ഈ പ്രപഞ്ച ശക്തിയോട് നെഗറ്റീവ് ആവശ്യപ്പെടാതിരിക്കൂ. നമ്മൾ ചോദിക്കുന്നത് തരുന്ന കൽപ്പവൃക്ഷമാണ്. പുട്ടപർത്തി ചെന്നപ്പോൾ അവിടുത്തെ ഭക്തന്മാർ പറഞ്ഞു, അവിടെ ഒരു വൃക്ഷം, എനിക്ക് ഓറഞ്ച് വേണം എന്ന് പറയുമ്പോൾ സ്വാമി ഓറഞ്ച് എടുത്തു കൊടുത്തു. പഴുത്ത മാങ്ങ വേണമെന്ന് പറഞ്ഞപ്പോൾ അതിൽ തന്നെ പഴുത്ത മാങ്ങ കൊടുത്തു എന്ന് പറഞ്ഞാൽ ആ കഥയുടെ സാരാംശം മനസ്സ് ഒരു കൽപ്പവൃക്ഷം ആണ്. അപ്പം അതിന് പകരം ഇപ്പം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ശരീരത്തെക്കുറിച്ച് എന്തൊക്കെയപ്പോൾ സുഖം തന്നെയല്ലേ, എന്ത് സുഖം എന്ന് പറഞ്ഞാൽ എന്താണ് കുഴപ്പം? അത് നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ. 8:30 മണിക്ക് ഇവിടെ ഒരു വേദന, പെടലിക്കുറ്റിക്ക്. അതോ അത് കുറെ നേരം നിൽക്കും, ഏത് തൈരെടുത്ത് പിടിച്ചിട്ടും കാര്യമില്ല. പിന്നെ 11:30 ആവുമ്പോൾ മുട്ടൻ്റെ ഇവിടുന്ന് ഒരു പിടുത്ത, ഒരു കുളത്തിപ്പിടുത്ത. അത് ശരി, എപ്പോഴും ഭേദമില്ലേ? 6 മണിയാവുമ്പോൾ കൃത്യം നടുവേദന വരും. ഇതങ്ങോട്ട് വിസ്തരിക്കുമ്പോൾ സങ്കല്പം വന്നു. ബയോ ക്ലോക്ക് എന്ന് പറയും. രാവിലെ 5 മണിക്ക് എണീക്കണമെന്ന് ബയോ ക്ലോക്കിനോട് പറഞ്ഞാൽ നമ്മൾ ആ സമയത്ത് ഉറക്കം എണീക്കുമല്ലോ. കാരണം അത്ര പ്രധാനപ്പെട്ട കാര്യമാണ്. ഇത് സങ്കല്പിച്ചു. ആ പറഞ്ഞ സമയത്ത് കഴുത്തുവേദനയും വരും. ടൈമിൽ ഒട്ടും മാറ്റാതെ എവിടുന്ന ഈ മുട്ടുവേദന വരുന്ന അറിയില്ല, നടുവേദനയും വരും. അതുകൊണ്ടാണ് പലയിടത്തിനും രോഗമുള്ളവരോട് ഞാൻ തന്നെ വിനയപൂർവ്വം പറയും, രോഗത്തെക്കുറിച്ച് ഒന്നും മിണ്ടിപ്പോകരുത് എന്നല്ല. ഒന്ന് പറയുമ്പോൾ അയ്യോ നെഗറ്റീവ് സങ്കല്പം വന്ന ഉടനായിട്ട് മാറ്റൂ. അതിൻ്റെ ഒരു വേറെ രൂപമാണ് ജ്യേഷ്ഠാഭഗവതി. ജ്യേഷ്ഠാഭഗവതി ആദരിച്ച് ആരാ വന്നിരിക്കണേ, ഇരിക്കൂ, അങ്ങോട്ട് മാറ്റണം. ഇത് കൃഷ്ണൻ കാളിയനായിട്ടാണ് സങ്കല്പിച്ചത്. നെഗറ്റീവ് കാളിയനെ രമണകദ്വീപിലേക്ക് മാറ്റി. നെഗറ്റീവിനെ ഒഴിവാക്കാൻ പറ്റില്ല. നമ്മുടെ മനസ്സിന് ബ്രെയിനകത്ത് രമണകദ്വീപ് എന്ന് കൊണ്ടൊരു പോയിന്റ് ഉണ്ട്. പല പോയിന്റുകളുണ്ട്, അത് വേറെ വിഷയമായിട്ട് ഞാൻ എനിക്കൊന്നും കിടക്കുന്നില്ല. ഈ കിടന്ന പ്രഭാഷണം കൃത്യസമയത്ത് അവസാനിക്കില്ല. അങ്ങനെ വരുമ്പോൾ രോഗങ്ങൾ വിസ്തരിക്കാതിരിക്കൂ. അത് വിസ്തരിച്ചു കേൾക്കുന്നവർക്കുണ്ടായി. ആ കേൾക്കുന്നവർക്കും ആ പ്രായം വരുമ്പോൾ രോഗം ഉണ്ടാവും. ആധുനിക മനഃശാസ്ത്രജ്ഞന്മാർ പറഞ്ഞത് വിശ്വസിക്കാമല്ലോ. പഴഞ്ചൻ വർത്തമാനമല്ല, സയന്റിഫിക് എന്നൊക്കെ പറയുമല്ലോ. ആ സയന്റിഫിക് ആയിട്ട് തന്നെ, കാരണം ശാസ്ത്രലേഖനങ്ങളും വായിക്കുമ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വിഷയം, പലവരും വിചാരം എൻ്റെ പുസ്തകങ്ങളിലൊക്കെ തത്വചിന്താപരം എന്നൊക്കെ പറഞ്ഞാലും സയൻസ് വായിക്കുന്നതാണ് ഇഷ്ടം. ആ ശാസ്ത്രജ്ഞന്മാർ സമ്മതിക്കുന്ന കാര്യമാണ് മരിക്കാൻ രോഗമൊന്നും വേണ്ട. പിന്നെന്താണ്? മരണം ഉണ്ടാകും. ഇതിനു മുമ്പ് എല്ലാ ജന്മങ്ങളിലും രോഗം വന്നിട്ടാ മരിച്ചിരുന്നത്. ആരെങ്കിലും മരിച്ച ഉടനെ എന്തായിരുന്നു സൂക്കേടെന്ന് ചോദിക്കുന്ന ശീലമായതുകൊണ്ട് മരിക്കാൻ സൂക്കേട് വേണം നമ്മൾ വിചാരിക്കുകയാണ്. ഒരു രോഗവുമില്ലാതെ ഇത് കേട്ടിരിക്കുന്ന എൻ്റെ സുഹൃത്തുക്കളോട് ആയുരാരോഗ്യ സൗഖ്യം, ആയുസ്, ആരോഗ്യം, സൗഖ്യത്തോടു കൂടി ഒരസുഖവുമില്ലാതെ, ജരാസന്ധനെ ബാധിക്കാതെ, ഒരു ജരയുമായിട്ടും സന്ധി ചെയ്യാതെ സുഖമായിട്ട് ജീവിച്ച് ഈ മനസ്സെന്ന കൽപ്പവൃക്ഷത്തോട് നിങ്ങൾ ചോദിക്കൂ, ആരോഗ്യം ചോദിക്കൂ.
സൗന്ദര്യം ചോദിക്കൂ. വാർദ്ധക്യത്തിലെത്തും തോറും സൗന്ദര്യം വർദ്ധിക്കണം എന്നാണ് പറയുന്നത്. അങ്ങനെ സുന്ദരികളും സുന്ദരന്മാരുമായിട്ട് ജീവിക്കുക എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്കാരം.